ഹലോ നമസ്കാരമുണ്ട്. തിരുവായൂർവായാണ്. ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികാലത്തെ കൂട്ടുകാരന്റെ ഓർമ്മകളുമായി ജി സുധാകരൻ. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മൂർക്കോട്ട് എനിക്ക് 10% ഔട്ട് ഓഫ് 10 മാർക്സും കിട്ടി. തിരുവഞ്ചൂർ 3 മാർക്കുമാണ് കിട്ടിയത്. പുതുതായി പണിയുന്ന PWD റോഡിന് തിരുവഞ്ചൂരിന്റെ പേരിടാൻ ആലോചന. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഓർമ്മകളുടെ പാതയിലാണ്. അദ്ദേഹം പഴയ വിദ്യാർത്ഥി ദിനങ്ങൾ ഓർത്തെടുക്കുകയാണ്. നിയമ വിദ്യാർത്ഥികളുടെ മുന്നിലെത്തിയപ്പോഴാണ് പണ്ടത്തെ നിയമ വിദ്യാഭ്യാസ കാലം അദ്ദേഹം ഓർത്തുപോയത്. മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ പ്രായത്തിലുള്ള സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായി പിൽക്കാലത്ത് അനുഭവപ്പെടുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. ഞാൻ പഠിച്ചത് ഞാൻ ലോ ഡിഗ്രി എടുത്ത ആളാണ്. ഞാൻ വക്കീലൊന്നും ആയിട്ടില്ല. സന്നദ്ധൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഫൈനൽ ഇയർ പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പർ തുടങ്ങേണ്ടത് 1975 ജൂൺ 1-ന്. ഞാനന്ന് സെൻട്രൽ ജയിലിൽ DI ആൽ തല്ലുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അടിയന്തരാവസ്ഥ. ലോ പഠിക്കാൻ പോയതിൻ്റെ ഗുണമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഇൻ്റർപ്രിട്ടേഷൻ രജിസ്ട്രേഷൻ 82% കിട്ടി. 100 മാർക്കും കിട്ടിയത് മൂർക്കോട്ടിലാണ്. 10 മാർക്ക് കിട്ടി. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ഇവിടെ ലോ അക്കാഡമി മൂർക്കോട്ടാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മൂർക്കോട്ട് എനിക്ക് 10% ഔട്ട് ഓഫ് 10 മാർക്സും കിട്ടി. എൻ്റെ കൂടെ പിന്നീട് മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TM ജേക്കബ് മരിച്ചുപോയി ഉണ്ടായിരുന്നു. തിരുവഞ്ചൂരിന് അല്ല, TM ജേക്കബിന് 6 മാർക്കും തിരുവഞ്ചൂരിന് 3 മാർക്കുമാണ് കിട്ടിയത്. അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തുന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. എന്നാലും എനിക്ക് 10 മാർക്കും കിട്ടി. അദ്ദേഹത്തെ തൂക്കിക്കൊണ്ടുവന്ന് വാദിച്ചാണല്ലോ അവിടെ 3 മാർക്ക് കിട്ടിയത്. അവധിയൊക്കെ എടുത്ത് ഇവിടെ MLA കോട്ടേഴ്സ് പഴയൊരു മുറിയിൽ ഒരു TK ചന്ദ്രൻ MLA അദ്ദേഹം മരിച്ചുപോയി. ഞാൻ 2 വർഷത്തേന്നും ശരിക്കും അങ്ങ് പാസ്സായിരുന്നു. അതാത് സമയത്ത് അങ്ങ് പാസ്സാകുമല്ലോ, അങ്ങനെ ഒരു ദോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അങ്ങ് പാസ്സാകുന്ന പരിപാടി. നന്നായിട്ടെല്ലാം പഠിച്ച് ശരിയായിരിക്കുകയാണ്. ഹോൾ ടിക്കറ്റും പിന്നെ പാക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിന് പോകുമ്പോൾ പ്രകടനത്തിന് പോയത്. ഇതെല്ലാം അവൻ്റെ ഓർമ്മയിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും വലിയ നിലയിലെത്തിയിട്ടും പഴയതൊന്നും അവൻ മറന്നില്ല. എന്നെ അവൻ ഓർമ്മിക്കുന്നു എന്ന സന്തോഷത്തിൽ ഇനി എനിക്ക് ജീവിക്കാം. അതുമാത്രം മതി എനിക്ക്. അവൻ വലിയവനാ, അതുകൊണ്ടാണ് അവൻ ഈ നിലയിലെത്തിയത്. തിരുവഞ്ചൂരിന് 3 മാർക്ക് മാത്രം കിട്ടിയത് നിയമം അറിയാത്ത കൊണ്ടാവില്ല, നാക്കുളുക്കി പോയത് കൊണ്ടായിരിക്കണം. മൂഡ് കോർട്ടിൽ എങ്ങനെയാണ് ജി സുധാകരൻ വാദിച്ച് ജയിച്ചത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. സാഹിത്യവും കവിതയും പഠിച്ചത് കൊണ്ട് മാത്രമാണത്. അതറിയാത്തത് കൊണ്ടാണ് തിരുവഞ്ചൂർ തോറ്റുപോയത്. ഞാനും TM ജേക്കബും ഒരു കേസ്, നാനാവധി കേസാണ്. എന്തോ ഒരു അഡ്മിറലാണ് തോന്നുന്നത്. അദ്ദേഹം ദീർഘകാലം ഇങ്ങനെ കടലിലൊക്കെ പോയി, കപ്പലിലൊക്കെ പോയി, യുദ്ധക്കപ്പലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യയെപ്പറ്റി ആരും അനാവശ്യം പറഞ്ഞു കൊടുത്തു. അത് നമ്മുടെ ഒഥല്ലോ ഡെസ്റ്റിമോണെ നിരപരാധിയായ അവിടെ കഴുത്തിലേക്ക് കൊന്ന പോലെയാണ്. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ ഒരു ബ്ലാക്ക് മൂറാണ്, വലിയ യുദ്ധവീരനാണ്. അതിസുന്ദരിയായിട്ടുള്ള, ഇവിടെ ഒരുപാട് സുന്ദരിയായിട്ട് നിങ്ങളെപ്പോലെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇത് നിരപരാധി നിഷ്കളങ്കയാണ്. തന്റെ പ്രിയ പത്നി ഡെസ്റ്റമനെ കുറിച്ച് ഒഥല്ലോ അഭിമാന സമേതം പറയാറുണ്ട്. കാഷ്യസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ കള്ളത്തരം പറഞ്ഞു കൊടുത്തു. അയാളവരെ ഞാൻ ഞെക്കിക്കൊന്നു. ഈ സർവ്വസൈന്യാധിപന്റെ ലഫ്റ്റനന്റ് ആണ് കാഷ്യൂ. ഞാനിപ്പോൾ നോക്കുന്നുണ്ട്, ഞെക്കി കൊല്ലുമ്പോൾ പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് ദെൻ പുട്ട് ഔട്ട് ദ ലൈറ്റ് എന്നാണ് പറയുന്നത്. അതിമനോഹരമായ ഇതാണ്. അയാളെ എന്തുകൊണ്ട് സ്നേഹിച്ചു സിസ് പറയുന്നുണ്ട്. ഐ ലൗഡ് ഹെർ ഫോർ ദ ഡേഞ്ചേഴ്സ് ഹി ഹാസ് പാസ്റ്റ്. അയാളുടെ ധൈര്യത്തിനും സാഹസികതയ്ക്കുമാണ്. അവരുമായിട്ട് ഒരു താരതമ്യമില്ല അയാൾക്ക്. മൂർക്കോട്ടിൽ നാനാവധിയുടെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം അവരെ കൊല്ലുകയാണ് സംശയത്തിൻ്റെ പേരിൽ. അപ്പം ഞാൻ വാദിക്കേണ്ടത് നാനാവധിക്ക് വേണ്ടിയാണ്. ഞാനും TM ജേക്കബ് ഞാൻ വാദിച്ചു. അദ്ദേഹം ഇങ്ങനെ ദൂരെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കപ്പലിലാണ്, 100% ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം കരയ്ക്കുന്നത് ഭാര്യയുടെ ജോലിയാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹം തകർന്നു പോയി.
പെട്ടെന്ന് അദ്ദേഹം ഔട്ട് ഓഫ് മൈൻഡ് ചെയ്തു പോയതാണ്, വെറുതെ വിടണമെന്നാണ് വാദിച്ചത്. സുപ്രീം കോടതി അങ്ങനെ വാദിച്ചതെന്ന് ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ലായിരുന്നു. സുധാകര ചരിതം തുടരും, ഇടവേള കഴിഞ്ഞു. ജി സുധാകരൻ കഥ തുടരുകയാണ്. നിയമ വിദ്യാർത്ഥികളുടെ മുന്നിലാണ് അദ്ദേഹം എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. എന്തായിരിക്കും ഒരു നിയമവിദ്യാലയത്തിൽ സുധാകരനെ കൊണ്ടുവരാൻ കാരണം? കേരളത്തിലെ പ്രമാദമായ ഒരു കോടതി അലക്ഷ്യ കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹം എന്നത് തന്നെയായിരിക്കണം തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം. മജിസ്ട്രേറ്റിൻ്റെ കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട ഒരു സംഭവമുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തെ മജിസ്ട്രേറ്റിനെ കൊഞ്ഞാണൻ മജിസ്ട്രേറ്റ് എന്ന് വിളിച്ചു. പത്രങ്ങളെല്ലാം അടിച്ചു പോയത്. ഞാൻ മിനിസ്റ്ററായിരിക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞത്. SP പറഞ്ഞില്ലേ, സംഗതി ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു ലിറ്റിഗൻ്റ് വെറുതെ ഒരു കേസ് കൊണ്ട് കൊടുത്തു ഈ ശ്രീമതിരിച്ചക്കെതിരായിട്ട്. അത് അവിടെ ജഡ്ജ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എവിടെയോ സംസാരിച്ചപ്പോൾ കൊഞ്ഞാണൻ മജിസ്ട്രേറ്റ് എനിക്കെതിരെ കേസ് പ്രശ്നമായി. ചെറുന്നൂർ ശശിധരൻ നായരാണ് വക്കീൽ. അദ്ദേഹം വറക്കുകയാണ്, എന്തെങ്കിലും അദ്ദേഹം ചെയ്യുമെന്നാണ്. ആകെ ഭയം അദ്ദേഹത്തിന്. ഞാൻ വാദിച്ചോളാം, നിങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെ ഞാൻ പടി കയറുന്നു ഇറങ്ങുന്നു എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തത്സമയം. അപ്പോൾ ആ ഇരിക്കുന്ന ജഡ്ജിനെ തന്നെയാണ് വിളിച്ചത്, മജിസ്ട്രേറ്റിനെ തന്നെയാണ് വിളിച്ചത്. അതായത് പ്രത്യേകത. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ വിളിക്കാൻ കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹമുള്ളവരെ മാത്രമേ കൊറ്റാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കാറുള്ളൂ. ഞാൻ ഓണാട്ടുകരക്കാരനാണ്, മാവേലിക്കൽ താമരക്കുളം. ലക്ഷ്മിയുടെ കുടുംബവും മാവേലിക്കരയാണ്. സ്നേഹമുള്ളവരെയാണ് വിളിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു. നീ ഇങ്ങോട്ട് വാടാ കൊറ്റാണെന്ന് മോനെ അച്ഛൻ വിളിക്കും, ഇങ്ങോട്ട് വാടാന്ന് പറയും. അനന്തരവനെ വിളിക്കും, ഇങ്ങോട്ട് വാടാ കൊറ്റാണ്. കാരണം ബുദ്ധി ഉണ്ടായിട്ടും ബുദ്ധി ഉപയോഗിക്കാത്ത ആളെന്ന് അതിനർത്ഥമുള്ളൂ സാർ. സ്നേഹമുള്ളവരെ മാത്രമേ വിളിക്കത്തുള്ളൂ സാർ. അദ്ദേഹം അതിനെ കേട്ടിട്ട് എന്നെ അങ്ങ് വെറുതെ വിടുക. അദ്ദേഹം മോണാട്ടുകരക്കാരനാണ്, കായംകുളം കരുനാഗപ്പള്ളി ഭാഗക്കാരൻ. എന്നെ വെറുതെ വിട്ടു. അപ്പോഴാണ് ചെറുന്നൂർ ശശിധരൻ നായർ അവിടെ വിഷമം മാറിയത്. യഥാർത്ഥത്തിൽ തന്നെ ശിക്ഷിക്കാവുന്നതാണ്, കൊച്ചാണെന്നൊന്നും വിളിക്കാൻ പാടില്ല. പക്ഷേ ഈ വിശദീകരണം അദ്ദേഹം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത എന്നെ വേണേൽ ശിക്ഷിക്കാം. അവിടെ മജിസ്ട്രേറ്റിനെ ഞാൻ പറഞ്ഞ അർത്ഥമൊക്കെ ശരിയാണ്. അതായത് ഇഷ്ടമുള്ളവരെ മാത്രമേ കൊച്ചാണെന്ന് വിളിക്കൂ. ജി സുധാകരനോട് സ്നേഹമുള്ളവർ ഇനി മുതൽ അദ്ദേഹത്തെ എങ്ങനെ വിളിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്നേഹമില്ലാത്തവർ സുധാകരൻ എന്നോ മിനിസ്റ്റർ എന്നോ ഒക്കെ തന്നെ വിളിച്ചാൽ മതിയാകും. സുധാകരൻ്റെ ഓർമ്മകൾ ഇനിയുമുണ്ട്. അടിയന്തരാവസ്ഥയാണ് അതിലെ ഒരു ചുവന്ന അധ്യായം. അടിയന്തരാവസ്ഥ. ഞാൻ SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോഴാണ് പഠിപ്പ് മുടക്കുന്ന പ്രശ്നം. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ തെക്കേ ഗേറ്റിൽ ചെന്നപ്പോൾ വലിയൊരു വണ്ടി, പോലീസ് വണ്ടി വന്നു നിന്നു. അതൊന്ന് EDM-എന്ന് കേട്ടില്ല. EDM-നെ പോലെ ഇരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഇറങ്ങി വന്നു. ഭയങ്കര കറുത്ത് തടിച്ചു, നല്ല ബീച്ചയൊക്കെ വെച്ച്. ശ്രീധരൻപിള്ള എന്നാണ് എൻ്റെ പേര്. എല്ലാവരെയും അടിച്ചു തന്നെ കയറ്റി. എന്നെ മാത്രം അടിച്ചില്ല, വാനിലിട്ട് അടിച്ചു. എന്നിട്ട് കന്റോൺമെൻറ്റ് പോലീസ് സെക്രട്ടറിയുടെ അവിടെ കൊണ്ട് ഇറക്കി മൊത്തം ആളെ അടിച്ചു. അപ്പോൾ കയറിയപ്പോഴും വാനിൽ പറ്റി ഇറങ്ങിയപ്പോഴും എന്നെ അടിച്ചില്ല. അതെന്താകും സുധാകരനെ മാത്രം തല്ലാത്തത്? ഇനി തല്ലിയിട്ടും കാര്യമില്ല, നന്നാവില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമോ? എല്ലാവരും അവിടെ പോലീസ് സ്റ്റേഷൻ എവിടെയും ഒരു കോമ്പൗണ്ടിൽ ഇട്ടിട്ട് ഓരോരുത്തരെയായി വിളിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് 16 പോലീസുകാർ നിൽക്കുക. 8 ബെഞ്ചും 8 ഡെസ്കും, രണ്ടിൻ്റെ അറ്റത്ത് 2 പേര് ഓരോരുത്തരുണ്ട്. 16 പോലീസുകാരും തല്ലുകയാണ്. കാണുന്നിടത്തൊക്കെ തല്ലി. അന്നേരം എന്നെയും തല്ലി. അപ്പോൾ സുധാകരന് തല്ലുകൊള്ളാത്തതിൻ്റെ കുറവാണ് എന്ന് മാത്രം ഇനി ആരും പറയരുത്. തല്ല് കൊണ്ടിട്ടും ഇതാണ് അവസ്ഥ. അന്ന് എൻ്റെ വാച്ച് പോയത് പിന്നെ ഇന്ന് വരെ ഞാൻ കിട്ടിയിട്ടില്ല. എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കിട്ടിയിട്ടില്ല. അന്നത്തെ കണ്ണാടിയൊക്കെ പോയി. ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ രാത്രി 12 മണി വരെ ആ ലോക്കപ്പിലിട്ടു.